സുവാസിനി പൂജ. അതുകൊണ്ട് ചണ്ഡികാ പൂജയിലും ശ്രീവിച്ചക്ര പൂജയിലും ദേവിയെ സ്ത്രീയില് കണ്ട് പൂജിക്കണം. സ്ത്രീയില് ദേവതയെ കാണാത്ത ഒരാള് ശ്രീവിദ്യാ പരമ്പരയ്ക്ക് അർഹനല്ല എന്നാണ് പരമ്പര പറയാം. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു സ്ത്രീയെ നമുക്ക് മോശമായിട്ട് കാണാൻ പറ്റില്ല. ആരും മോശമല്ല, എല്ലാം ദേവത തന്നെയാണ്. ആ ഭാവം ഉറപ്പിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വളരെ ഭാഗ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പൂജിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്, പൂജിക്കപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഇത് ഒരു മെസ്സേജാണ്. ഇത് ഇന്ന് ഈ ഒരു 10 മിനിറ്റിൽ തീരേണ്ടതല്ല. ഇതൊരു മെസ്സേജായിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ ഉള്ളിടത്തോളം കാലം സ്ത്രീകളെ ഈ 9 അവസ്ഥയെ നമുക്ക് പൂജിക്കാൻ പഠിക്കണം. ഓക്കെ, ആ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കണം. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് ഇവിടുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പോയിട്ടെങ്കിലും എന്ത് ചെയ്യണം? ഈ സുവാസിനിയെ ഈ രീതിയിൽ കണ്ട് ബഹുമാനിച്ച് പൂജിക്കണം. ഈ ഒരു മെസ്സേജാണ് നമുക്ക്